കക്കാട് വാട്ടർ അതോറിറ്റി റോഡ് ഇന്റർലോക്ക് ടൈൽ വിരിച്ച് നവീകരിച്ചു. 30 ലക്ഷം രൂപ ചിലവിൽ പണി കഴിപ്പിച്ച റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു. വൈസ് ചെയർമാൻ കെ.പി. സലീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡിവിഷൻ കൗൺസിലർ ജൂബി പൗലോസ് പദ്ധതി വിശദീകരണം നടത്തി. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം നഗരസഭയിലെ കക്കാട് വാട്ടർ അതോറിറ്റി റോഡ് നവീകരിച്ചു. 30 ലക്ഷം രൂപ ചിലവിൽ ഇന്റർലോക്ക് ടൈൽ വിരിച്ചാണ് റോഡ് നവീകരിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റൊരാളുടെ ഉടമസ്ഥയിലുള്ള ഭൂമി അതിന്റെ സൈഡിലുള്ള ഒക്കെ വാട്ടർ അതോറിറ്റിയുടെ അത് കയറി ചെയ്യുന്നതിനുള്ള സാങ്കേതിക അനുമതി ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നിരവധിയായിരുന്നു. എന്തായാലും അതൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഫണ്ട് നഗരസഭയുടെ 30 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട MLA-യുടെ 20 ലക്ഷം രൂപയും കൂടി ചേരുമ്പോൾ ആകെ 50 ലക്ഷം രൂപയ്ക്ക് തുടക്കം മുതൽ കക്കാട് ജംഗ്ഷനിൽ അവിടെ വരെ നമുക്കത് ഭംഗിയാക്കി തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വൈസ് ചെയർമാൻ കെ.പി. സലീം അധ്യക്ഷനായിരുന്നു. ഉന്നതരായ ഉദ്യോഗസ്ഥർ ഇവിടെ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തി. നടത്തിയപ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരില് AXC അടക്കമുള്ള ആളുകൾ ഈ പറഞ്ഞ ആശങ്ക പറഞ്ഞപ്പോൾ അവർ പയ്യും മാറി. അത് അറിയില്ല, എന്നാലും ചെയ്തു കൊടുക്കാൻ പറയില്ല, നമ്മളാരും പറയില്ല. അത് വേറെ വിഷയമാണ്. കാരണം എത്രയോ സ്ഥലത്തെ കുടിവെള്ള പ്രശ്നമാണ്. എന്തെങ്കിലും സംഭവിച്ചാലും അങ്ങനെ നടന്നാണ്. എന്നാ പിന്നെ എന്താ പരിഹാരം? റോഡ് നിർമ്മിക്കാൻ ഒരു പരിഹാരമായി പറഞ്ഞത് കനം കൂടിയ റോഡുകളൊന്നും കയറാത്ത രൂപത്തിൽ ചെയ്യാൻ കഴിയുന്ന കട്ടൻ ഇരിക്കുക എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ടാർ ചെയ്യേണ്ട റോഡാണ്. ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുറച്ച് പൈസ വരുള്ളൂ, 4 തന്നെ വരുള്ളൂ. ഡിവിഷൻ കൗൺസിലർ ജൂബി പൗലോസ് പദ്ധതി വിശദീകരിച്ചു. പക്ഷേ അന്ന് NOC തന്നിരുന്നെങ്കിൽ ഇത് ടാറിങ് ചെയ്താണെന്ന് പോകുമായിരുന്നുള്ളൂ. അതാവുമ്പോൾ 3 വർഷം കഴിയുമ്പോൾ ഇത് വീണ്ടും പൊളിഞ്ഞു പോയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി റോഡ് ഒരു 10-15 വർഷക്കാലത്തേക്ക് വാട്ടർ അതോറിറ്റി ഇത് പൊളിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നമുക്ക് നല്ല സുഗമമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കും. സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, കൗൺസിലർമാരായ ഏലിയമ്മ ഫിലിപ്പ്, ഡോക്ടർ അജേഷ് മനോഹർ, പ്രീമ സന്തോഷ്, പി ഗിരീഷ് കുമാർ, ജോജിമോൻ ചാരുപ്ലാവിൽ, സോമൻ മല്ലയിൽ, KR ശശി, സ്മിത മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. റോഡിന്റെ 2ാം റീച്ച് നിർമ്മാണവും ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. Join the 23rd edition of South India's largest exhibition for broadcast, digital TV, broadband and innovative smart solutions on November 6, 7, 8, 2025 at Rajiv Gandhi Inter Stadium, Kadavantara, Kochi, Kerala. Product presentations, technical classes, broadcast meet and many more exciting sessions. Mega Cable Fest.